ഗുഡ് മോർണിംഗ്. ഇന്നലെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിൽ വന്നു. എന്നിട്ട് നേരെ കിടന്നുറങ്ങി. ഭയങ്കര ടയർഡായിരുന്നു, കാരണം തലേ ദിവസം ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലോ. അപ്പോൾ നല്ല ടയർഡായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ കിടന്നുറങ്ങി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ എയർബിഎൻബി എടുത്തിരിക്കുന്നത്. ഇന്നലെ ബുക്ക് ചെയ്തേ ഉള്ളൂ, സിംഗിൾ ഡേക്ക് വേണ്ടി ബുക്ക് ചെയ്തേ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് എയർബിഎൻബി വരുന്നത്. നല്ല എയർബിഎൻബി ആണ്, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു എയർബിഎൻബി ആണ്. ഞാനിപ്പോൾ എയർബിഎൻബി കാണിച്ചു തരാം. ഇന്നിപ്പോൾ ഞങ്ങൾ പോകാൻ പോകുന്നത് സാൽസ്ബുർഗിലേക്കാണ്. അപ്പോൾ ഈ സ്ഥലം ജർമ്മനി തന്നെയാണ്, പക്ഷേ സാൽസ്ബുർഗിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഇനിയിപ്പോൾ സാൽസ്ബുർഗിൽ പോയി ഇന്ന് സാൽസ്ബുർഗ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇന്ന് സെൻറ്റ് ഗാലൻ അല്ല, സ്വിറ്റ്സർലൻഡിലാണ്. വേറൊരു സെൻറ്റ് ഗാലിയൻ അങ്ങനെ എന്ത് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഓസ്ട്രിയ തന്നെ. അതും കൂടെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി ഞങ്ങൾ ഹൾസ്റ്റാറ്റാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ ഹൾസ്റ്റാറ്റിലത്തെ സ്റ്റേ ഓൾറെഡി ബുക്ക് ചെയ്തു. അത് ഞങ്ങൾ booking.com വഴി ബുക്ക് ചെയ്തത്. ഇത് ഞങ്ങൾ എയർബിഎൻബി വഴി ബുക്ക് ചെയ്ത്. പിന്നെ ഞാൻ റൂം കാണിച്ചു തരാം. ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ളൊരു വീടാണ്. അവർ കുട്ടിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കോട്ടൊക്കെ റെഡിയാക്കി തന്നു. അവിടെ ബേബി അവിടെ നിന്ന് ഉറങ്ങുവാണ്. ഇങ്ങനെ അവിടെ ഒരു ചെറിയ അടുക്കള സ്പേസ് ഉണ്ട്, ഒരു ചെറിയ ടേബിളും അങ്ങനെയൊക്കെ ആയിട്ട്. അവിടെ കോഫി മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ രാവിലെ എന്തോ മീറ്റിംഗ് ഡിസ്കഷൻസ് അങ്ങനെ എന്തോ പരിപാടികൾ അറേഞ്ച് ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഇത് ബാത്റൂം, ഒരു ചെറിയ സ്പേസ്. ഇവിടെ ഷവർ ഏരിയ ഉണ്ട്, ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്. ഒരു നിയർലി ഞങ്ങൾക്കൊരു 100 യൂറോസാണ് ഇതിനായത്. പക്ഷെ നല്ലതായിരുന്നു, ഭയങ്കര കോസി ആൻഡ് വെരി കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ സാൽസ്ബുർഗ് പോവാ. ഞാനായിരിക്കും വണ്ടി ഓടിക്കണം. ജോബിക്ക് രാവിലെ എന്തോ കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട്. അപ്പോൾ നമുക്കിനി സാൽസ്ബുർഗ് കാണാം. ഇപ്പോൾ ജർമ്മനിയിൽ നിന്ന് സാൽസ്ബുർഗിലേക്ക് കയറാൻ നേരത്തെ ബോർഡർ ചെക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി അവിടെ കുറച്ച് പോലീസ് വണ്ടികളൊക്കെ കിടക്കണ്ടായിരുന്നു, അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് സാൽസ്ബുർഗ് ബോർഡർ, അതായത് ഓസ്ട്രിയ ജർമ്മനി ബോർഡർ വരുന്നത് ഇവിടെയാണ്. കുറേ ബോർഡേഴ്സ് ഉണ്ട്, പക്ഷേ വൺ ഓഫ് ദി ബോർഡർ ഇതാണ്. ഹലോ, ഇപ്പോൾ ഞങ്ങൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ സാൽസ്ബുർഗ് എത്തി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇനി ഞങ്ങൾ സാൽസ്ബുർഗ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ വന്നിട്ട് മിറബൽ പാലസും അതിൻ്റെ ഗാർഡൻസും ആണ്. അതിൻ്റെ ബാക്ക് സൈഡ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ആണിത്. ഇവിടെ തന്നെ ഒരു പാർക്കിങ്ങും ഉണ്ടായിരുന്നു, അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ്. അപ്പോൾ അവിടെ വണ്ടി ഇട്ടാണ് നമ്മളിങ്ങോട്ട് കയറുന്നത്. ഇവിടെ ഫ്ലോറിൽ നിങ്ങൾ കാണുന്നത് ആ സാൽസ്ബുർഗിൻ്റെ എൻ്റയർ മാപ്പാണ്. അവിടെ ടൂറിസ്റ്റ് ഗൈഡൊക്കെ നിന്നിട്ട് എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ് കാണുന്നത്. ഞാനവിടെ പോയി നിന്നായിരുന്നു, എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ നേരെ ഗാർഡനിലേക്ക് പോയി. ഈ പാലസ് ഒരു പ്രിൻസ് വുൾഫ് ഡീട്രിഷ് എന്ന് പറഞ്ഞൊരു രാജകുമാരൻ പുള്ളിയുടെ മിസ്റ്റർ സലോമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് 1600-ൽ. അവർക്ക് രണ്ടുപേർക്കും കൂടി 15 കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളിൽ ഒരാളായിട്ടുള്ള മാർക്കസ് എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ അമ്മേനെയൊക്കെ ഇറക്കി വിട്ട് ഈ ഷ്ലോസിന് ആക്ച്വലി മിറബൽ ഷ്ലോസ് എന്ന് പറഞ്ഞുകൊണ്ട് പേര് ഇടുകയും ചെയ്തു. അതാണ് ഇതിൻ്റെ കഥ ആക്ച്വലി അവിഹിതവും ട്രാജഡിയും ഒക്കെയാണ് എങ്കിൽ പോലും ഇപ്പോൾ ഇത് ഇവിടുത്തെ സാൽസ്ബുർഗിലത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ്. മാത്രമല്ല ഇതിപ്പോൾ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള ഒരു പാലസും കൂടെയാണ്. ആ കാണുന്ന കോട്ടയുടെ അങ്ങോട്ടൊക്കെയാണ് നമ്മൾ പോണേ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ആക്ച്വലി നടന്നു പോകാൻ പറ്റും. ഇൻ ബിറ്റ്വീൻ കാണുന്ന ആ പച്ച കളറ് ബിൽഡിംഗ് ആണ് ഇവിടുത്തെ കത്തീഡ്രൽ. അപ്പോൾ നമുക്കതെല്ലാം കയറി ആ വഴി പോയി മേളിൽ പോയി കണ്ട് പിന്നെ തിരിച്ച് വന്ന് ഈ സാൽസ്ബുർഗ് എക്സ്പ്ലോറേഷൻ അവസാനിപ്പിക്കാം എന്നാണ് ആലോചിക്കണേ. ഇതാണ് മിറബൽ പാലസ് തന്നെ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഇതിൻ്റെ ബാക്ക് സൈഡാണിത്. ഇവിടുത്തെ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, കാണാൻ ഭയങ്കര ഭംഗിയാണ്. അവരിങ്ങനെ ഓരോ ഷേപ്പിലും ഇങ്ങനെ ഓരോ സെയിം പാറ്റേൺ ഫ്ലവേഴ്സ് വെച്ചിട്ട് കുറച്ച് പാറ്റേൺ സെറ്റ് ചെയ്തേക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ മരത്തിൻ്റെ ഉള്ളിൽ നടക്കുമ്പോൾ നല്ലൊരു റിലീഫായിരുന്നു. പിന്നെ ഇവിടെ ഒരു അടിപൊളി ഫൗണ്ടെയിനും കണ്ടു. ഈ ഫൗണ്ടെയിനും ഈ ഗാർഡനും ഒക്കെ കൂടി വെച്ച് ഇവിടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാൻ അടിപൊളിയായിരുന്നു. better than ever, not just another motivational t-shirt. ഈ ബിൽഡിംഗ് എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. വലിയ ബിൽഡിംഗ് ആയതുകൊണ്ട് കണ്ടു, ഒരു വീഡിയോ എടുത്തു. സാൽസ്ബുർഗിലെ വേറൊരു മെയിൻ ഹൈലൈറ്റ് ആണ് ഈ മൊസാട്ട് താമസിച്ചിരുന്ന വീടും അതുപോലെ തന്നെ പുള്ളി ജനിച്ച വീടും. ഈ താമസിച്ചിരുന്ന വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ടാണ് ക്രിസ്റ്റ്യൻ ഡോപ്ലറിൻ്റെ
പുള്ളി ജനിച്ച വീടും കാണണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലൊക്കെക്കാരാണല്ലോ എന്ന്. ഇതാണ് സാൽസ്ബുർഗിൻ്റെ മെയിൻ റിവർ. ഈ റിവറിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ റിവർ എന്തായാലും ദാനുബെ റിവറിലേക്കാണ് ജോയിൻ ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ എവിടെയോ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ട്. ഈ റിവർ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ദ മെയിൻ സെൻറ്റർ ഓഫ് സാൽസ്ബുർഗിലേക്ക് പോകുന്നത്. അതായത് ഏകദേശം നമ്മുടെ ഈ എൻ്റയർ സാൽസ്ബുർഗ് ഓൾഡ് ടൗണിൻ്റെ ഒരു ഹാർട്ട് എന്നൊക്കെ പറയണത് ഈ ഏരിയയാണ്. ഇവിടെ കുറേ കടകളും പിന്നെ കുറേ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കത്തീഡ്രലും പിന്നെ പിന്നീട് നമ്മൾ പോകുന്ന ഫോർട്ടും ഒക്കെ ഈ റൂട്ട് തന്നെയാണ്. ഈ കാണുന്നതാണ് സാൽസ്ബുർഗ് കത്തീഡ്രൽ. ഇതിൻ്റെ ഫ്രണ്ടിൽ കുറേ ഫുഡ് വെൻഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട്. ഇതാണ് ഡോം ക്വാർട്ടർ. ഇവിടെ കുറേ മ്യൂസിയംസും അതുപോലെ തന്നെ കത്തീഡ്രലും കൈൻഡ് ഓഫ് പറയുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ബെനിഫിറ്റ്സ് ഉള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉള്ള എല്ലാ ബിൽഡിങ്സും ആ ക്വാർട്ടറിലായിട്ടാണ് വരുന്നത്. പിന്നെ നമ്മൾ ഇവിടെ അധികം നിന്നില്ല, കാരണം ഹിസ്റ്ററി നമുക്ക് തീരെ താല്പര്യമില്ലാത്ത സംഗതി ആയതുകൊണ്ട് നമ്മളവിടെ നിന്നില്ല. ജസ്റ്റ് പുറമേക്കടെ നടന്ന് എല്ലാം കറങ്ങി കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ ഫോർട്ടിലേക്ക് വിട്ടു. ഇങ്ങനത്തെ സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ അടുത്ത് എന്തെങ്കിലും മേടിക്കണത് എന്ന് എൻ്റെ വീക്ക്നെസ്സാണ്. ഇതിൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റി നിന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത് പശുവിൻ്റെ കഴുത്തിൽ കെട്ടുന്ന മണിയാണ്. നമുക്ക് പിന്നെ പശുവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. പിന്നെ അവിടെ കുറേ കൊമ്പൊക്കെ കണ്ടു. കേബിൾ കാർ പോലെയുള്ള ഈ സെറ്റപ്പിലാണ് നമ്മൾ ഹോഹൻ സാൽസ്ബുർഗ് എന്ന് പറഞ്ഞ ഫോർട്ടിലേക്ക് പോകുന്നത്. ആകെപ്പാടെ ഒരു ട്രാക്ക് ഉള്ളുവെങ്കിലും പുള്ളിക്കാരൻ നല്ല കത്തിച്ചുള്ള വിടലായിരുന്നു. ഈ ഹോഹൻ സാൽസ്ബുർഗ് എന്ന് പറഞ്ഞ ഫോർട്ടാണ് ഈ ഇവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ. ഇവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ എൻ്റയർ സാൽസ്ബുർഗ് കാണാൻ പറ്റും. നമ്മുടെ മിറബൽ പാലസും കത്തീഡ്രലും എല്ലാം ഇവിടെ നിന്ന് കാണാൻ പറ്റും. അത് നല്ലൊരു വ്യൂ ആണ്. നമ്മൾ താഴെ വെച്ച് കണ്ട ഒരു ഗോൾഡൻ കളർ ഉണ്ടല്ലോ, ആ ഉണ്ടയാണ് ഈ സൂം ഔട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരണേ. അതുപോലെ തന്നെ നമ്മുടെ സാൽസ്ബുർഗ് കത്തീഡ്രലും. വിക്കിക്ക് ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇതെന്താ സംഭവിക്കണേന്ന് പോലും അവൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം കേബിൾ കാറിൽ കയറുന്നു, അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു. അവൾക്ക് മൊത്തത്തിൽ ഒരു അന്താളിപ്പായിരുന്നു എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞിട്ട്. ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോർട്ട് കാണാൻ വേണ്ടി അകത്തേക്ക് കയറി. വീൽ ചെയറിനും അതുപോലെ തന്നെ കിൻഡർ വാഗനും വേണ്ടിയിട്ട് അവിടെ സ്പെഷ്യൽ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി നമുക്ക് എന്തായാലും കയറാൻ പറ്റും. അതുപോലെ തന്നെ ഫോർട്ടിൻ്റെ അകത്ത് ലിഫ്റ്റും ഉണ്ട് മേളിലേക്ക് കയറാൻ. അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ മേളിലെത്തി കഴിഞ്ഞപ്പോൾ ഈ ഫോട്ടോ ഓൾറെഡി ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഇങ്ങനത്തെ ഹിസ്റ്ററിയും സംഭവങ്ങളൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതാണ്. പക്ഷെ പോകുന്ന വഴിക്ക് അവിടെ ഒരു പപ്പറ്റ് മ്യൂസിയം ഉണ്ടായിരുന്നു. ഈ പപ്പറ്റ്സ് എല്ലാം ഏറെക്കുറെ വിക്കിയുടെ സൈസിനൊത്തതായതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്ന് കയറി. ഇവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ബബിൾ ടീ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങൾ നടന്നത് ആ റിവറിൻ്റെ ക്രോസ് ഒരു പാലമുണ്ട്. അതിൽ മൊത്തത്തിൽ നമ്മുടെ കൊളോൺ ബ്രിഡ്ജിലെ പോലെ ഫുൾ ലോക്ക് ഇട്ടേക്കുവാണ്, ആൾക്കാരുടെ പേരൊക്കെ എഴുതി. അപ്പോൾ ആ പാലത്തിക്കൂടെയാണ് ഞങ്ങൾ നടന്നത്. ആ പാലത്തിക്കൂടെ പോയപ്പോൾ തന്നെ ഈ റിവറിൻ്റെ അകത്തേക്കൂടെ ഉള്ള ബോട്ട് സർവീസിൻ്റെ ബോട്ടും കാണാൻ പറ്റി. നമ്മളിപ്പോൾ സ്ഥലമൊക്കെ കണ്ട് തിരിച്ചു വന്നു. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പാർക്കിംഗ് ലൊക്കേഷനിലെത്തി. ഇനി നമ്മുടെ അടുത്ത ലൊക്കേഷൻ ഉണ്ടർബാൻ സംഭവമാണ്. ആക്ച്വലി സാൽസ്ബുർഗിലെ ഒരു ആൽപ്സിൻ്റെ ഒരു മലയുണ്ട്, അതിൻ്റെ മണ്ടേ പോകാൻ വേണ്ടിയിട്ടൊരു ഉണ്ടർബാൻ സംഭവമുണ്ട്. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോകണേ. പക്ഷേ അതിനുമ്പ് മിക്കവാറും നമ്മൾ ഫുഡ് കഴിക്കുമായിരിക്കും. അപ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് നമ്മൾ ആലോചിച്ചേക്കുന്നത്. അതുകൊണ്ട് ലഞ്ച് നമ്മളിപ്പോൾ മഗ്ഡിൽ നിന്ന് എന്തെങ്കിലും കഴിക്കുവാണെങ്കിൽ ഡിന്നർ നമ്മൾ ഇവിടുത്തെ ഏതെങ്കിലും ഒത്തൻറ്റിക് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കും നമ്മൾ പ്ലാൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇനിയിപ്പോൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലാണോ മഗ്ഡിയിലാണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് എനിവേ എന്തായാലും ഒരു 20 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് മറ്റേ ഉണ്ടർബാൻ്റെ അങ്ങോട്ടേക്ക്. അപ്പോൾ അതുവരെ നമുക്ക് ആലോചിക്കാൻ സമയമുണ്ട്. പിന്നെ ഇപ്പോൾ കൊച്ചു കുറച്ച് ക്രാങ്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ പാല് കൊടുക്കണം. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി ഒന്ന് സെറ്റായി, നല്ല ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടി കയറി AC ഒക്കെ ഇട്ട് ഒന്ന് സെറ്റായിട്ട് നമ്മൾ കൊച്ചിന് പാലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലാൻ ചെയ്ത് എനിവേ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഓണമായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കും. എങ്ങനെ ഫുഡ് കഴിക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം.
അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ മഗ്ഡി കയറി ഫുഡൊക്കെ കഴിച്ചു. ഇപ്പം നമ്മൾ എത്തിയിരിക്കണേ മറ്റേ ഉണ്ടോസ്ബർഗ് ബാൻ അവിടെ എത്തി. അവിടെ നിന്ന് ജോബി അവളെ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനി മല കയറാൻ പോവുകയാണ്. നമ്മളപ്പോൾ മണ്ടയിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഇവിടെ ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അത് കണ്ടപ്പോണാണ്ടാ. യെസ്. അപ്പം അതിങ്ങനെ ആ കേബിൾ കാറിൽ മണ്ട വരെയാണ് നമ്മൾ പോകണത്. അപ്പോൾ നമ്മൾ മറ്റേ കൊച്ചിൻ്റെ കിൻഡർ വാഗൻ എടുത്തില്ല, അവളെങ്ങനെ കങ്കാരു ബാഗിൽ എടുക്കാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ നമുക്ക് എന്തായാലും മേളിൽ പോകാം. ജോബി ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്, കാരണം മേളിൽ തണുപ്പായിരിക്കും. അതുകൊണ്ട് അപ്പോൾ കൊച്ചിൻ്റെ ഞങ്ങളുടെയൊക്കെ ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ സാൽസ്ബർഗ് മറ്റേ മൗണ്ടൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിന് ഇവിടെ 34 യൂറോയാണ് ഒരാൾക്ക്. ജൂബി ടിക്കറ്റൊക്കെ എടുത്ത് വരുന്നുണ്ട്. ചുള്ളനായിട്ടുണ്ടല്ലോ ജൂബേ. നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ സുന്ദരനാണെന്ന്. ഈ ഉണ്ടോസ്ബർഗ് ബാനിൻ്റെ അങ്ങ് ഉച്ചസ്ഥായിലേക്കാണ് നമ്മൾ പോകുന്നത്. താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അത്ര ഹൈറ്റ് തോന്നില്ല, പക്ഷേ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഈ ഇടയ്ക്ക് കാണുന്ന വൈറ്റ് ആൻഡ് റെഡ് ഉള്ള ടവർ അതിൻ്റെ ഏകദേശം ഒരു 1/3 പോർഷനിലായിട്ടാണ് വരുന്നത്. അവിടെ നിന്നും കുറേ നമുക്ക് ദൂരം പോകാനുണ്ട്. വിക്കിക്ക് അവിടെ വെച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ സൺഗ്ലാസ് വെച്ച് കൊടുത്തതാണ്, പക്ഷേ അവളതപ്പം തന്നെ ഊരിക്കളഞ്ഞു. പക്ഷേ അത് വെച്ചിട്ടിരിക്കണ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. മേളിലെത്തിയിട്ട് ഞങ്ങൾ വിക്കിക്കും അതുപോലെ തന്നെ ഞങ്ങൾക്കും ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. മേളിൽ ഭയങ്കര തണുപ്പുണ്ടായില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം തണുത്തുള്ളൊരു കാറ്റുണ്ടായിരുന്നു. ഇവിടെ നിന്നുള്ള വ്യൂ രക്ഷ ഉണ്ടായിരുന്നില്ല. നല്ല കോട ഉണ്ടായിരുന്നു, പക്ഷെ നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇത് വിക്കിയുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് അല്ല, ഫസ്റ്റ് നെതർലാൻഡ്സ് പോയായിരുന്നു നമ്മൾ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓസ്ട്രിയ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ്. പക്ഷെ ഓസ്ട്രിയയുടെ സാൽസ്ബുർഗ് ആൽപ്സിൻ്റെ അകത്ത് ഉള്ള മലനിരയാണെന്നാണ് എൻ്റെ വിശ്വാസം. ആൾക്കാർ ഇവിടെ വന്നിട്ട് താഴത്തേക്ക് ഹൈക്ക് ചെയ്ത് ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ കുറേ ഹൈക്ക് റൂട്ട് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ വന്ന് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് നമുക്ക് വേറെ മലകളിലേക്ക് ഹൈക്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ കുറേ ആൾക്കാർ ഹൈക്ക് ചെയ്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ കൊച്ചിനൊക്കെ വെച്ച് ഹൈക്ക് ചെയ്യൽ പാടായിരിക്കും, പക്ഷെ എന്നാലും കുറേ ആൾക്കാർ ഇറങ്ങി പോകണുണ്ട്. പിന്നെ പൊക്കത്തിലാണെന്നറിയാം. അവരുടെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഭയങ്കര തന്നെയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്, അടിപൊളിയാണ്. പിന്നെ ഒരു 5 month old ബേബീനെയും വെച്ച് ഇങ്ങനെ ഒരു ട്രിപ്പ് എനിക്ക് നല്ലൊരു സ്പെഷ്യൽ ഫീലിംഗ് തോന്നുന്നുണ്ട് ആക്ച്വലി. അല്ലേ വിക്കി? വിക്കി നന്നായിട്ട് എൻജോയ് ചെയ്തു. ഭയങ്കര കുറച്ച് സ്ലീപ്പിയാണ് ആള്, പക്ഷെ എന്നാലും എല്ലാം കണ്ടോണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി പ്ലേസ് ആണ്. ഇപ്പൊ ഇത്രയും എനിക്ക് തോന്നുന്നു ഭയങ്കര ഹൈറ്റില്ല, ഇത്രയും ഹൈറ്റ് എന്തോരാന്ന് നോക്കിയിട്ട് പറയാം. പക്ഷെ നല്ല പൊക്കത്തിലായതുകൊണ്ട് ചെറിയ ചൂടുണ്ട്, നല്ല കാറ്റുണ്ട്, പിന്നെ കോട കണ്ടോ, നല്ല കോടയുണ്ട്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ തൊപ്പിയൊക്കെ വെച്ച് സെറ്റായി. ഞങ്ങളും ജാക്കറ്റൊക്കെ ഇട്ടു. പക്ഷെ ഭയങ്കര തണുപ്പില്ല. ഞാനിവിടെ വിൻ്ററിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് മഞ്ഞാണ്, ഭയങ്കര ഫ്രീസിങ് കോൾഡാണ്. ഇവിടെ ഞാൻ വിൻ്ററിൽ വന്നപ്പോൾ ആക്ച്വലി നമുക്ക് സ്കീയിങ് പോലത്തെ സെറ്റപ്പ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ആൾക്കാർക്ക് സ്കീ ചെയ്ത് താഴത്തേക്ക് ഇറങ്ങുന്ന രീതിയിൽ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വിൻ്ററിൽ വന്നപ്പോൾ ഇതൊന്നും ഞാൻ ഇവിടെ അങ്ങോട്ടേക്കൊന്നും നടന്ന് കയറിയില്ലായിരുന്നു. കാരണം ഭയങ്കര മഞ്ഞ്, ഭയങ്കര തണുപ്പ് പറഞ്ഞു. അങ്ങോട്ടേക്കൊന്നും പോകാനുള്ളൊരു ജീവൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വരെ ആ വരൻ്റെ തുടക്കത്തിൽ കുറച്ച് വരെ വന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോവുക ചെയ്തത്. പക്ഷെ ഇപ്പോൾ നല്ല കാലാവസ്ഥ, നല്ല നടക്കാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് വെള്ളേക്ക് വേണമെങ്കിൽ പോവാം. ഈ ഉണ്ടസ്ബർഗ് ജർമ്മനിയിലും അതുപോലെ തന്നെ ഓസ്ട്രിയയിലും സ്പ്രെഡായിട്ട് കിടക്കുന്ന ആൽപ്സിൻ്റെ നോർത്തേൺ സൈഡിലുള്ള കുറച്ച് മലനിരകളാണ്. ഇതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് മലയ്ക്ക് നിയർലി 1900 എബവ് ഹൈറ്റ് ഉണ്ട്. അപ്പം നമ്മൾ വന്നിരിക്കുന്ന ഈ മലയ്ക്ക് ഏകദേശം 1800 ആണ് ഹൈറ്റ് ഉള്ളത്. മലയുടെ മണ്ടയ്ക്കിടെ നടക്കാന്ന്, പക്ഷേ ഇതിനൊരു അവസാനം ഇല്ലെന്ന് തോന്നുന്നു.
ഇതിങ്ങനെ മല കണക്ട് ചെയ്ത് അങ്ങോട്ടേക്ക് പൊക്കോണ്ടിരിക്കുക. ഇത്ര ഹൈറ്റിലായതുകൊണ്ട് മറ്റേ പ്രഷർ ഡിഫറൻസും ഉണ്ട്, അതുപോലെ തന്നെ ഓക്സിജൻ്റെ ഡിഫറൻസും ഉണ്ട്. ഈ ഹൈക്ക് അത്യാവശ്യം മറ്റേ മല അത്യാവശ്യം ഇതായിട്ടുള്ളതാണ്. പിന്നെ ഞങ്ങൾ അത്ര വലിയ സ്പോട്ട്ലിഷ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല, അതുകൊണ്ട് ഇവിടെ വരെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ മടുത്തു. പോകുന്നുള്ളതറിയില്ല. ഞങ്ങൾ ഇവിടെ വരെ നടക്കണുള്ളൂ, കാരണം ഇതുണ്ട് ഭയങ്കര ഇറക്കം. ഇവിടെ വെച്ച് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഞാൻ വീഴുമെന്ന് എനിക്ക് പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഫുൾ കല്ലും ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ കയ്യിലാണെങ്കിൽ നമ്മളൊരു ഹൈക്കിംഗ് ഡ്രസ്സൊന്നും അല്ല ഇട്ടാണ്, അപ്പോൾ ഷൂവിന് അത്ര ഗ്രിപ്പുള്ള ഹൈക്കിംഗ് ഷൂ ഒന്നുമല്ല. അതുകൊണ്ട് അങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോകണില്ല. ഇതുപോലെ തന്നെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു തോന്നുന്നു. ഈ മലയുടെ മണ്ടേക്കടെ ഇങ്ങനെ ഹൈക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും ഇവിടം വരെ നടന്ന് എത്രയെങ്കിലും നടന്നെത്തിയതിൽ വളരെ വളരെ ഹാപ്പിയാണ് ഞാൻ. അല്ലേ വിക്കി? ഇവള് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ആദ്യം ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് ജാക്കറ്റ് ഒക്കെ ഇടാൻ നേരത്ത് കുറച്ച് ഫസി ആയായിരുന്നു. പക്ഷേ ഇപ്പം ആള് ഇരിക്കുന്നുണ്ട്, എന്താണോ എന്തോ. ഞങ്ങളൊക്കെ ഒരു അമ്മച്ചിയൊക്കെ നല്ല പുല്ല് പോലെ അതിക്കടെ ഹൈക്കൊക്കെ തിരിച്ച് നടന്നു വരുന്നുണ്ട്. അമ്മച്ചിനെ കാണുമ്പോൾ എനിക്ക് ചെറുതായിട്ട് സങ്കടം വരുന്നുണ്ട്. പക്ഷെ കൊച്ചുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പോയേനെ, സത്യമായിട്ട് ഞാൻ പോയേനെ. അല്ലാതെ എനിക്ക് പറ്റില്ലാത്തതുകൊണ്ടല്ല. തുടങ്ങിയപ്പോഴത്തേക്കും ബേബി ഉറങ്ങിപ്പോയി. നല്ല കാലാവസ്ഥയും നല്ല എന്താണ് പറയുക, നല്ല വൈബുള്ള സ്ഥലമാണ്. അത് കണ്ട് മടുത്തോണ്ടാന്ന് തോന്നുന്നു. ഇവിടെ നന്നായിട്ട് ഉറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാം. ഇപ്പം ഉണ്ടോ, ഞങ്ങൾ ഇങ്ങനെയാണ് ഇവിടെയാണ് നടന്ന് വന്നത്. ഞങ്ങൾ ആ വഴി ഫുൾ തിരിച്ച് നടന്ന് പോയിട്ട് ഇനി എഗൈൻ ആ മറ്റേ കേബിൾ കാർ എടുത്ത് താഴെ പോവും. താഴെ പോയിട്ട് ഞങ്ങൾ നേരെ ഇനി സെൻറ്റ് ഗാലിയൻ അങ്ങനെ എന്തോ ഒരു സിറ്റി ഉണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ അതും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിന്ന് നേരെ ഹാൾസ്റ്റാറ്റിന് പോകും. അവിടെയാണ് നമ്മുടെ സ്റ്റേ. എന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റാണ് ഹാൾസ്റ്റാറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് വേറെ മലയിലേക്ക് പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് സെയിം മലയുടെ മണ്ടത്തിലൊരു കുരിശുണ്ട്. ഇവിടെയായിട്ട് നമ്മൾ എത്ര ഹൈറ്റിലാണ് നിൽക്കണേന്നുള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1805 മീറ്റർ ഹൈറ്റിലാണ് നിൽക്കണേന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആ ഏരിയയിലുള്ള ബാക്കി മലകളുടെ ഹൈറ്റും അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു കുരിശ് കണ്ടു. അവിടെ ഞങ്ങൾ താഴെ നിന്ന് ജസ്റ്റ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരെ കേബിൾ കാറിൽ കയറി താഴത്തേക്ക് പോന്നു. അതിനുശേഷം ഞങ്ങൾ പോയത് സെൻറ്റ് ഗിൽഗൻ എന്ന് പറഞ്ഞ ഒരു ടൗണിലേക്കാണ്. അത് കഴിഞ്ഞ് ഹാൾസ്റ്റാറ്റിലും പോയി. പക്ഷെ അതും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇതോടുകൂടി സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ സെൻറ്റ് ഗിൽഗനും അതുപോലെ തന്നെ ഹാൾസ്റ്റാറ്റ് എക്സ്പ്ലോർ ചെയ്തതും നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺഡ്. ബാക്കി നമ്മുടെ സെൻട്രൽ യൂറോപ്പിൻ്റെ ട്രാവൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിലൂടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ പോകുന്നു. ബൈ.